അപ്പോൾ അക്യുറസിയും പ്രിസിഷനും മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി പറയുന്ന ടോപ്പിക്കാണ് ഇറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ മൈക്രോ അനാലിസിസും ഇറേഴ്സും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ടൈട്രേഷൻ നമുക്ക് എടുക്കാം. ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, ഒരു ആൻസർ കിട്ടുമല്ലോ. നമുക്ക് കിട്ടിയ ആൻസറും പിന്നെ നമുക്കൊരു കിട്ടേണ്ട ആൻസറും തമ്മിലുള്ളൊരു ഡിഫറൻസാണ് ഇറർ എന്ന് പറയുന്നത്. ഇറർ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ ഒരു ടൈട്രേഷൻ്റെ അക്യുറസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇറർ എന്ന് പറയുന്നത് 2 ടൈപ്പാണുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് ഇററും പിന്നെ റിലേറ്റീവ് ഇററും. അപ്പോൾ ആദ്യം നമുക്കതിൽ അബ്സല്യൂട്ട് ഇറർ എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇക്വേഷൻ പഠിച്ചാൽ മതി. E=X ഒബ്സർവ്ഡ് മൈനസ് XT. അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ X ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അന്നിപ്പോൾ എക്സാം ഉണ്ടായില്ലേ നമ്മളെ ലാബ് എക്സാമിന് ഫസ്റ്റ് ബാച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്സാലിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ ഓക്സാലിക് ആസിഡ് കുട്ടി ടൈട്രേഷൻ ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓക്സാലിക് ആസിഡ് ചെയ്തിട്ട് ഒരു കുട്ടിക്ക് 0.653 ഗ്രാം കിട്ടിയെന്ന് വിചാരിച്ചു. അതായത് കുട്ടി റിസൾട്ടിൽ എഴുതി മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഇൻ ദ ഹോൾ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ ഈക്വൽ ടു എന്നിട്ടിട്ട് 0.653 ഗ്രാം എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ട് അണ്ടർലൈനൊക്കെ ചെയ്തിട്ട് ടീച്ചർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ ടീച്ചർ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ടീച്ചർ അത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു ഇറർ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര % ഇറർ ഉണ്ടെന്ന്. അതെങ്ങനെ ടീച്ചർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഇപ്പോൾ 0.653 അതാണ് കിട്ടിയ വാല്യൂ. അതായത് എക്സ് ഒബ്സർവ്ഡ് വാല്യൂ ആണ് ഈ വാല്യൂ, മൈനസ് XT എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ വാല്യൂ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയാം. അതായത് കിട്ടേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ഓക്സാലിക് ആസിഡ് കിട്ടേണ്ട വാല്യൂ 0.693 ആണ് കേട്ടോ. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വാല്യൂ തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അബ്സല്യൂട്ട് ഇറർ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് റിലേറ്റീവ് ഇറർ. ഏതാണ് റിലേറ്റീവ് ഇറർ എന്ന് പറയുന്നത്? റിലേറ്റീവ് ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് ആദ്യം ഇക്വേഷൻ നോക്കാം. ഇപ്പുറത്തുണ്ടാവും ഇക്വേഷനിൽ കണ്ടോ, ER X ഒബ്സർവ്ഡ് മൈനസ് XT ഡിവൈഡഡ് ബൈ XT ഇൻറ്റു 100 അല്ലേ. 100% പറയുകയാണെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജിൽ. അതല്ല PPT പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 PPT കേട്ടോ. ഏതെങ്കിലും ഒരു ഈ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് ഇത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക ഈ രീതിയിലാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഉണ്ടാവുമല്ലോ. 0.653 മൈനസ് 0.693 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടി XT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 0.693 ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിലേറ്റീവ് എറർ ഇപ്പോൾ ഒരു ആൻസർ കിട്ടും ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് എന്തും കിട്ടും, റിലേറ്റീവ് എററും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളെ ബുക്കിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ടോ, ER X ഒബ്സർവ്ഡ് മൈനസ് XT ഡിവൈഡഡ് ബൈ XT ഇൻറ്റു 100. അപ്പോൾ നമുക്കിപ്പോൾ ടൈട്രേഷൻ ചെയ്തിട്ട് കിട്ടിയത് 19.9 ആണ്. ഇത് വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ടൈട്രേഷൻ ചെയ്തിട്ടുള്ള ടൈറ്റർ വാല്യൂ ആണ്. 19.9 നമുക്ക് ടൈറ്റർ ചെയ്ത് കിട്ടിയത്. മൈനസ് 20 കിട്ടേണ്ടത്, ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -1% കിട്ടും. അതിൽ മൈനസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. 1% ഇററാണ് ഈ ഒരു ടൈട്രേഷനിലുള്ളത്, റിലേറ്റീവ് എറർ. അതേപോലെ അത് PPT ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ER X ഒബ്സർവ്ഡ് മൈനസ് XT തന്നെ 1000 PPT വരും. അത് ജസ്റ്റ് ഒരു -10 ഒരു 0ൻ്റെ വ്യത്യാസം മാത്രമുള്ള അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അപ്പോൾ ഏതൊക്കെ ഉണ്ട്, അബ്സല്യൂട്ട് എറർ ഉണ്ട്, റിലേറ്റീവ് എറർ ഉണ്ട്. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയുണ്ട്. ഈ ഒരു പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും മിസ്സ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫെറസ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ ഒരു 0.543 കിട്ടിയെന്ന് വിചാരിക്കുക. വേറൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ചിന് ഏതായിരുന്നു ഫെറസ് ആയിരുന്നില്ലേ, 0.543 കിട്ടി.
അപ്പോൾ അതിൻ്റെ എറർ എങ്ങനെ കാണുക വെച്ചാൽ റിലേറ്റീവ് എറർ കാണുന്നത് ഞാൻ പറയുന്നത് കേട്ടോ. അബ്സല്യൂട്ട് എറർ സിമ്പിളാണ്, ജസ്റ്റ് ഈ വാല്യൂ മൈനസ് തിയററ്റിക്കൽ വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടും. അപ്പോൾ അബ്സല്യൂട്ട് എറർ എങ്ങനെ കാണുക വെച്ചാൽ 0.543 മൈനസ് നമുക്ക് ഫെറസിൻ്റെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 0.5585 ആണ്, അതായത് 0.5585 ഡിവൈഡഡ് ബൈ 0.5585 ഇൻറ്റു 100. ഇത് ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. ഇതാണ് ഇവിടുത്തെ റിലേറ്റീവ് എറർ, അതായത് പെർസെൻറ്റേജിൽ എത്ര പെർസെൻറ്റേജ് എറർ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യുക.